ഭക്തിയുടെ നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നു. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു 24 പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം ആദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വളരെ കൂടുതൽ തിരക്കുണ്ട്. കാരണം നമ്മൾ പെർ മിനിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ 60 പേരാണ് ഇവിടെ നിന്ന് കയറുന്നത്. ഇറ്റ് മീൻസ് 3600 പീപ്പിൾ പെർ അവർ. ഇറ്റ് മീൻസ് ഓൾറെഡി ഇന്നത്തെ ക്രൗഡ് 60,000 ക്രോസ് ചെയ്തു. So that is a big success of the arrangements made. That's how we see it. 3,600 people are on ground already. So we have covered not only the vicinity, city to 10 kilometer radius വരെ നമുക്ക് പോലീസിന്റെ ബന്ദോബസ്തുണ്ട്. പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരി ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്, ദൃശ്യങ്ങളിലേക്ക്, കാഴ്ചകളിലേക്ക് നമ്മൾ വരും. നമ്മളുടെ റിപ്പോർട്ടർമാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികളും അതുതന്നെയാണ് അറിയിക്കുന്നത്. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകാൻ പോവുകയാണ്. ഭക്തലക്ഷങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നായി തലസ്ഥാന നഗരിയിലേക്ക്, ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. സ്വാഭാവികമായും ഒരുപാട് ഭക്തർ എത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഓരോ ഇടങ്ങളിലും പതിവായി നമ്മൾ കാണുന്ന കാഴ്ചയാണ്. വലിയ തിരക്കൊന്നുമില്ലാതെ സുഗമമായി പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതിന് വേണ്ട നടപടികളൊക്കെ അവിടെ പൂർത്തിയാവുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ നിന്ന് 24 പ്രതിനിധികൾ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. സ്മിത ഹരിദാസ് ക്ഷേത്രനടയിലുണ്ട്. അതുപോലെ ക്ഷേത്ര പരിസരത്ത് പ്രവിത ലക്ഷ്മിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഗോപിക സുരേഷുണ്ട്. ശ്രീനിതാകൃഷ്ണൻ തമ്പാനൂരിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം സ്മിത ഹരിദാസിലേക്കാണ്. സ്മിത, ഭക്തലക്ഷങ്ങൾ നാളെ പൊങ്കാല അർപ്പിക്കാനായി അവിടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ സ്മിത? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു അനന്തപുരി. സ്മിത പറഞ്ഞോളൂ. സ്മിത, കേൾക്കാം. മണിക്കുള്ള ദീപാരാധനയാണ് ഈ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ ഈ ചൂട് കുറഞ്ഞപ്പോഴേക്കും ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെയുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വലിയ തിരക്കുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് വിലയിരുത്താൻ വേണ്ടി മന്ത്രി GR അനിലുണ്ട്. ഒപ്പം മേയർ ആര്യ രാജേന്ദ്രനുണ്ട്. ഇത്തവണ വലിയ തിരക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ? എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? അല്ല, ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നല്ലേ. അപ്പോൾ ഓരോ വർഷത്തെയും ഒരുക്കങ്ങളും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും എല്ലാം പ്രദേശങ്ങളിലെ ആളുകൾക്ക് വരാനുള്ള ഭക്തജനങ്ങൾ അടുത്ത നാളുകളിലെ ഗവൺമെന്റിന്റെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ, CCTV ക്യാമറ, അതിന്റെ കൺട്രോൾ, അത് ഒരാഴ്ച മുമ്പ് തന്നെ അത് നിയന്ത്രണങ്ങൾ, അതിന്റെ എല്ലാം ഫലമായി നമുക്ക് അത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയും. അപ്പം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഗവൺമെന്റും കോർപ്പറേഷനും എടുക്കുന്ന മുൻകൈ കൂടുതൽ വിശ്വാസികൾക്ക് വരാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും. ആ സുരക്ഷിതത്വമാണ്. പിന്നെ ദേവസ്വം ബോർഡ് നോക്കിയാൽ, ഇവിടുത്തെ ട്രസ്റ്റ് എടുത്ത് നോക്കിയാൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏത് മതവിശ്വാസികൾക്കും അവർക്ക് വരാവുന്ന ഒരു ആകർഷണം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനമുണ്ട്. മേയറോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ. കാരണം സ്ത്രീകളുടെ ശബരിമല എന്നാണ് എപ്പോഴും പറയുന്നത്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മേയർ ഇത്തവണ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ വലിയൊരു തിരക്ക്, അത് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം പിന്നെയും കൂടി വരുന്നു. നമ്മൾ ഈ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വളരെ ഭംഗിയായിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഇത്തവണ എന്തെല്ലാം കാര്യങ്ങളാണ്? ഇത്തവണ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ ജില്ലയിലെ മന്ത്രിമാര് തന്നെ റിവ്യൂ മീറ്റിംഗുകൾ എടുത്തിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം ചേരും.
ഇത്തവണ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ യോഗമെടുത്തുകൊണ്ട് ഓരോ വകുപ്പിന്റെയും പ്രവർത്തികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഫലപ്രദമായി എല്ലാ വകുപ്പുകൾക്കും എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ വരുന്ന വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ നമ്മൾ തയ്യാറാക്കി, ഓൺ കോളിൽ തന്നെ തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസത്തെ വർക്കിനേക്കാൾ ബാക്കി എല്ലാവർക്കും നാളത്തോടെ വർക്ക് അവസാനിക്കുമ്പോൾ, പൊങ്കാലയോടുകൂടി വർക്ക് അവസാനിക്കുമ്പോൾ നമ്മുടെ ശരിക്കുമുള്ള യജ്ഞം അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 3000-ലധികം ജീവനക്കാർ അടങ്ങുന്ന നഗരസഭയുടെ മുഴുവൻ ടീമും നാളെ പൊതുനിരത്തിലേക്ക് ഇറങ്ങി ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുത് തന്നെയാണ്. കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസും ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥന സർക്കാരിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ പോകുമ്പോൾ വളരെ മാതൃകാപരമായ രീതിയിൽ അവരതിനെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. താങ്ക് യു. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത്രയും വലിയ തിരക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് അത്ഭുതം തോന്നും. കാരണം വളരെ കൃത്യമായ സജ്ജീകരണങ്ങളാണ്. പോലീസാണെങ്കിലും ധാരാളം പോലീസുകാർ, അതായത് കൃത്യമായ കണക്കുകൾ പോലും ഇത്തവണ പുറത്തുവിട്ടിട്ടില്ല. കാരണം ആ രീതിയിൽ വളരെ രഹസ്യമായി പോലും ഒരുപാട് പോലീസുകാർ ഈ തിരക്കിനുള്ളിലുണ്ട്. പലതരത്തിലുള്ള മോഷണങ്ങളും അതൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് ആ രീതിയിൽ ക്രമീകരണങ്ങൾ. ചൂട് അത് മനസ്സിലാക്കി തന്നെ ശുദ്ധജല വിതരണം കൃത്യമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. ഇത് ഇന്നിപ്പോൾ ഈ സന്ധ്യയായപ്പോഴേക്കും നിറയെ ആളുകൾ വന്നു. നാളെ പൊങ്കാല ഇടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. രാത്രി ഇവിടെ ഇങ്ങനെ നടന്ന് പല കലാപരിപാടികൾ കാണുന്നു. പൊങ്കാല കലങ്ങൾ, അതുപോലെ അടുപ്പ്, ആ രീതിയിലെല്ലാം സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു ഓളത്തിൽ നമ്മളും നിൽക്കുകയാണ്. സ്മിത ഹരിദാസ് ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പൊങ്കാല അർപ്പണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഭക്തലക്ഷങ്ങൾ അവിടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ, സുഗമമായി പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജനപ്രതിനിധികൾ, മന്ത്രിമാരൊക്കെ തന്നെ അത് നേരിട്ട് വിലയിരുത്തുന്ന സാഹചര്യവുമുണ്ട്. ഗോപിക സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോപിക ഇപ്പോഴുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണെന്ന് മനസ്സിലാക്കുന്നു. ഗോപിക, അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്താണ്? ഈ പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ നേരത്തെ പിടിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ ആളുകൾ? ഞാനിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലാണ്. ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സ്ഥലം പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം. നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം ഒട്ടാകെ ഇങ്ങനെ അടുപ്പ് കൂട്ടി ഭക്തർ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അതിന് മുന്നത്തെ ദിവസം, അതായത് 2 ദിവസം മുൻപ് തന്നെ ഇവിടേക്ക് എത്തി അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. നഗരത്തിൽ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പെൺ കേരളം അനന്തപുരിയിലാണോ എന്ന് സംശയം തോന്നുന്നു. അത്രത്തോളം പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിക്കാം. ചേച്ചി, ആന്റി എവിടുന്നാ വരുന്നത്? പാലക്കാട് ജില്ലയിൽ. പാലക്കാട് നിന്നാണ്. എപ്പോഴാ വന്നത്? ഞങ്ങൾ 6 മണിയായി. ഇന്ന് 6 മണിക്ക്. സ്ഥലമൊക്കെ കിട്ടിയോ? കിട്ടി. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്? എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് തന്നെ. ഇന്നാണോ വന്നത്? എല്ലാം ഒറ്റയ്ക്കല്ലേ, ഗ്രൂപ്പായിട്ട്. എത്ര വർഷമായിട്ട് പൊങ്കാല? 10 വർഷമായി പൊങ്കല്. അമ്മയും വരാറുണ്ടോ സ്ഥിരമായി? അത് തന്നെയാണ് റീജിത്ത് ഇവിടെ നിന്നുള്ള കാഴ്ച. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ എത്തിയിട്ടുള്ള ഭക്തരുണ്ട്. സ്ത്രീകളെയാണ് നമ്മൾ എല്ലാ ദൃശ്യങ്ങളിലും സ്ത്രീകളെയാണ് കാണുന്നതെങ്കിൽ പുരുഷന്മാരടക്കമുള്ളവരെയും ഇവിടെ നമുക്ക് കാണാൻ. ചേട്ടാ, ചെന്നൈയിൽ നിന്ന് വന്നേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടിയും പത്മനാഭ കോവിലിൽ കയറാൻ വേണ്ടി ചെന്നൈയിൽ വന്നേക്ക് ഞങ്ങള്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, എല്ലാ വർഷവും വരാറില്ല. ഇപ്പൊ ഇത്തവണ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്ക്, ഭയങ്കര ഇപ്രാവശ്യം തിരക്ക് കൂടുതലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു. അത് ഞങ്ങൾ കുറെ 8-9-10 വർഷം അവരുടെ വരെ തുടങ്ങിയിട്ട്, പക്ഷെ ആണുങ്ങൾ ഇത്രയും കണ്ടിട്ടില്ല. ഈ വർഷമാണ് കൂടുതൽ. ചേച്ചി എവിടുന്ന? ഞാൻ കർണാടക കൊടകിൽ നിന്നാണ് വരുന്നത്. കർണാടകയിൽ കൊടകിൽ നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ട് വന്നതാണോ ഈ ആറ്റുകാൽ പൊങ്കാല? തീർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര നല്ല ചൂടാണ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? ആരോഗ്യ വകുപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിക്കണം. അപ്പൊ എല്ലാവരും
ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. റീജിത്ത്, നമ്മൾ ഈ കാണുന്നത് തന്നെയാണ്, നമ്മൾ ഈ നഗരത്തിന്റെ തിരക്കിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഈ അനന്തപുരിയുടെ തലസ്ഥാന നഗരത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ അത്രത്തോളം സുരക്ഷിതമായും അത്രത്തോളം ഭക്തി നിർഭരമായും ഇറങ്ങുന്ന മറ്റൊരു ദിവസം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അത്രത്തോളം സുരക്ഷിതമായ സ്ത്രീകൾ അത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന ഒരു രാത്രി തന്നെയാണിത്. ഏതായാലും ഇവിടെ കുറച്ച് പോലീസുകാരുണ്ട്. നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ അവരോട് ചോദിക്കാം. ഏത് തരത്തിലാണ് സുരക്ഷ, സർ? നമസ്കാരം. എങ്ങനെയാണ് സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? പഴുതടച്ച സുരക്ഷയാണോ? തീർച്ചയായിട്ടും. ഫയർഫോഴ്സിന്റെ റീജിയണൽ ഫയർ ഓഫീസർ നേതൃത്വത്തിലുള്ള ടീമാണ്. അപ്പം വാഹനങ്ങളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ വാഹനങ്ങൾ, പിന്നെ എക്സ്റ്റിംഗ്വിഷർ. കഴിഞ്ഞ വർഷം 3000-ലധികം പോലീസുകാരായിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അതിൽ കൂടുതൽ പോലീസിന്റെ കണക്ക് അത്രയും കാണും. ഫയർഫോഴ്സ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഫയർഫോഴ്സിന്റെ ടീം ഇപ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും റീജിത്ത്, ആ തരത്തിലാണ് ഒരു പഴുതടച്ച സുരക്ഷ. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയുണ്ട്. ഹൈദരാബാദിൽ നിന്നാണ്. ആദ്യമായിട്ടാണോ അതോ സ്ഥിരമായിട്ട്? ആദ്യമായിട്ട് വരും. എന്തെങ്കിലും വഴിപാടുണ്ടോ? വഴിപാട്. സ്ഥലമൊക്കെ കിട്ടിയോ? പൊങ്കാലയിടാൻ വന്ന സ്ഥലം മോക്ക് ജോലി കിട്ടിയതിന് വേണ്ടി വന്നു. അത് തന്നെയാണ് റീജിത്ത്. പലതരത്തിലുള്ള വിശ്വാസികൾ ആണ് ഇവിടേക്ക് എത്തുന്നത്. ചിലർ വഴിപാടായി എത്തുന്നവരുണ്ട്, ചിലർ വർഷങ്ങളോളമുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി എത്തുന്നവരുണ്ട്, വർഷങ്ങളായി പൊങ്കാല ഇടുന്നവരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, നമ്മൾ നേരത്തെ കണ്ടതൊക്കെ കർണാടകയിൽ നിന്നുള്ള ചേച്ചിമാരെ അമ്മമാരെയൊക്കെയാണ്. അത്രത്തോളം ഭക്തി നിർഭരമാണ് അനന്തപുരി. സ്ത്രീകൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഇത്. ഈ രാത്രി പുലർന്നാൽ അവർ ആ പുണ്യത്തിലേക്ക് എത്തുകയാണ്. ശരി, പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഗോപിക സുരേഷ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രവിത ലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവിത ആറ്റുകാൽ ക്ഷേത്ര പരിസരത്താണ് ഉള്ളത്. പ്രവിത, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? പ്രവിത. ഭയങ്കര തിരക്കാണ് ഇവിടെ. നാളെ പൊങ്കാല നടക്കാനിരിക്കെ ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്ന ഭക്തർ ഇവിടെ തിരക്കാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പ എന്ന വേദിക്ക് സമീപമാണ്. ഇവിടെ വേദിയിൽ ഒരു ഭരതനാട്യം പെർഫോമൻസ് നടക്കുന്നുണ്ട്. മറ്റൊരു വേദിയുണ്ട് അംബിക, അവിടെയും ഇത്തരത്തിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വേദിയായ അംബാലികയിൽ അവിടെയും പരിപാടി നടക്കുന്നുണ്ട്. ഒപ്പം ഇങ്ങനെ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർ മാത്രമല്ല ഇവിടെ വരുന്നത്. ഇത് ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവകാലമാണ്, അതുകൊണ്ട് ഉത്സവം കൂടാനായും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന്റെ കൂടെ പൊങ്കാല ഇടുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുമെന്നുള്ള പ്രതീക്ഷയാണ് സംഘാടകർ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണസമിതിയൊക്കെ കരുതുന്നത്. എന്തായാലും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം തന്നെ ഈ ഉത്സവ നടത്തിപ്പുകാരും. ഒപ്പം നല്ല ചൂടാണ് റീജത്ത്. ഈ കഴിഞ്ഞ ദിവസവും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു. അലേർട്ട് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ചൂട് കൂടുമെന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ക്രമീകരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നഗരപരിധിയിൽ 16 അർബൻ ഹെൽത്ത് സെന്ററുകൾ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കും. ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ള 6 സർക്കാർ ആശുപത്രികൾ, 10 സ്വകാര്യ ആശുപത്രികൾ എന്നിവ തീവ്രമല്ലാത്ത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണ്ടീജന്റ് സെന്ററുകളായി പ്രവർത്തിക്കും. ഒപ്പം തന്നെ ഈ പൊങ്കാലയിടാൻ എത്തുന്നത് ഒരേ പ്രായക്കാരല്ല, അതിൽ കുട്ടികളുണ്ടാവും, പ്രായമായവരുണ്ടാകും. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ ഈ പൊങ്കാല ഇടാൻ എത്തുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഹീറ്റ് സെന്ററുകൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരടങ്ങിയ 10 മെഡിക്കൽ ടീമുകളെ ആംബുലൻസിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ക്ഷേത്ര ദർശനത്തിന് ശേഷം വേണം പൊങ്കാല ഇടാൻ എന്നാണ് വിശ്വാസം. ആ ക്യൂവിൽ നിൽക്കുന്നവർ തന്നെ കുഴഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവർക്ക് അപ്പോൾ തന്നെ എല്ലാ വിധത്തിലുള്ള സൗകര്യവും ഒരുക്കി അവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതൊക്കെ നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ മൈതാനത്ത് നാളെ ഇവിടെ ഒരു യാഗശാലയായി മാറാൻ പോവുകയാണ്. അത്രയധികം ആളുകളാണ് ഇവിടെ പൊങ്കാല ഇങ്ങനെ അടുപ്പിച്ചാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ പൊങ്കാല ഇടാൻ എത്തിയിരിക്കുന്ന ഒരു ചേച്ചിയോട് കൂടുതൽ അവരുടെ വിവരങ്ങളൊക്കെ ചോദിക്കും. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പള്ളിപ്പാട്, ഹരിപ്പാട്, വെളിപ്പാട്.
എത്ര വർഷമായി പൊങ്കാല ഇടുന്നു? ഞങ്ങളിപ്പോൾ 2 വർഷം കൊണ്ടായിരുന്നു. ഒരു വർഷം വന്നപ്പോൾ പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ഈ വർഷം ആദ്യം. അല്ല ചേച്ചി, ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം ഇനി എവിടേക്കും പോവില്ല, ഇവിടെ തന്നെയാണോ ഉറങ്ങുന്നത്? നേരം വെളുക്കുന്നിടം വരെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം കുളിച്ചിട്ടൊക്കെ വേണ്ടേ പൊങ്കാല ഇടാൻ? കുളിക്കാനും ഉള്ള മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ തരുന്നുണ്ട് അമ്മ എന്തായാലും. അപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. എല്ലാം നല്ലത് തന്നെ. അതാണ് റീജേത്ത, ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളെ കുറിച്ചാണ്. വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഴുതടച്ച രീതിയിൽ സുരക്ഷ, പ്രത്യേകിച്ച് ഈ 5 ലക്ഷം പേരാണ് കഴിഞ്ഞ തവണ പൊങ്കാല അർപ്പിച്ചതെന്നാണ് അധികൃതരുടെ കണക്ക്. പക്ഷെ അതല്ല, അതിൽ കൂടുതൽ ആളുകൾ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ടാകാം. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഈ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയേ സാധിക്കൂ. അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി പോലീസ്, അഗ്നിരക്ഷാ സേന, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, ഒപ്പം മറ്റു വിവിധ സംഘടനകൾ, അങ്ങനെ എല്ലാവരും ഈ ഒരുക്കത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അങ്ങനെ കയ്യും മെയ്യും പറഞ്ഞ് സഹായിക്കാൻ ഈ നാട്ടുകാർ പരിസരത്ത് നിന്നുള്ള കാഴ്ചകൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു പ്രവിത ലക്ഷ്മി. ശ്രീനിത കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനിത തമ്പാനൂരിലാണുള്ളത്. ശ്രീനിത, തമ്പാനൂരിലൊക്കെ വലിയ തിരക്ക് നമ്മൾ കാണുന്നതാണ്. ഈ പൊങ്കാലയുടെ ദിവസവും പൊങ്കാലയുടെ തലേ ദിവസവും ഒക്കെ നേരത്തെ തന്നെ അവരുടെ പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലമൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടിയാണത്. എന്താണ് തമ്പാനൂരിലെ കാഴ്ചകൾ? അവിടെയുള്ള തിരക്കൊക്കെ എങ്ങനെ ശ്രീനിത? രജിത്ത്, ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ചേച്ചിമാരൊക്കെ കൃത്യമായ കഠിനമായ വ്രതമെടുത്ത് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം വെച്ച് വന്നുള്ള ഒരു വൈബ്. മറുവശത്ത് വളരെ ഉത്സവ ലഹരിയിലാണ് തലസ്ഥാന നഗരി. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് എല്ലാവരും ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുകയാണ്. നിരത്തുകളെല്ലാം ഇനി 1 ഇഞ്ച് പോലും സ്ഥലം ബാക്കിയില്ല എന്നുള്ള രീതിയിൽ എല്ലായിടത്തും അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ തങ്ങളുടെ സ്ഥലം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ അടുപ്പ് കൂട്ടി ഇരിക്കുകയാണ്. ഇവിടെ ചേച്ചിമാർ, അമ്മമാരുടെ അടുത്ത് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, പെട്ടെന്ന് വിശേഷങ്ങൾ ചോദിക്കാം. അമ്മ എവിടുന്ന വരുന്നേ? അമ്മ മാന്നാർ വന്നു. മാന്നാറിന്ന് എല്ലാ തവണ വരാറുണ്ടോ? ഞങ്ങളെല്ലാരും വരും എല്ലാ വർഷവും. നാളെ ഇതുപോലെ നേരത്തെ പൊങ്കാല ഇടുന്ന സമയത്ത് ഇവിടെ നല്ല വെയിലായിരിക്കും. തളർന്നു പോവോ? ഓ ഇല്ല ഇല്ല, തളരത്തില്ല. ഇല്ല ഇല്ല ഇല്ല. മാന്നാർ. എന്തെങ്കിലും ആഗ്രഹ സഫലീകരണത്തിനാണോ? ആറ്റുകാലമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാ ഞങ്ങള്. ഇങ്ങനെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനൊക്കെയാണ് ഇതുപോലെ ചേച്ചിമാർ വന്ന് പൊങ്കാല ഇടുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ എന്നാണ് ആറ്റുകാലമ്മയെ കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ നടുഭാഗത്ത് കണ്ടല്ലോ, ആ ഡിവൈഡറിൻ്റെ അവിടെ പോലും എല്ലാവരും അടുപ്പ് കൂട്ടി ഇരിക്കുകയാണ്. ഇനി ഒരു സ്ഥലം പോലും തലസ്ഥാന നഗരിയിലും ബാക്കിയില്ല. എല്ലാ വഴികളും, എല്ലാ ഇടവഴികളിലും ഇതുപോലെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ട്. തുടർന്ന് അങ്ങോട്ട് കുറച്ചധികം ലൈറ്റുകളുണ്ട്. പക്ഷെ ആ ലൈറ്റ് ഒന്നും കത്തുന്നില്ല. നമ്മൾ 6 മണിക്ക് വന്നതാണ്. 6 മണി മുതൽ ഈ സമയം വരെ ആയിട്ടും ആ ലൈറ്റുകളൊന്നും കത്തുന്നില്ല. അവിടെ നല്ല ഇരുട്ടാണ്. നമ്മളപ്പോൾ കണ്ട പോലീസുകാരുടെ അടുത്ത്, പല പൊസിഷനിലുള്ള പോലീസുകാരുടെ അടുത്ത്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വരെ നമ്മൾ പറഞ്ഞു ആ ലൈറ്റുകൾ എന്താണ് കത്താത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയില്ല, പരിശോധിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞിട്ടിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പോഴും ആ ഭാഗത്ത് ലൈറ്റ് ഇല്ല, ആ ഭാഗത്ത് ഇരുട്ടാണ്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുടിവെള്ളം, സംഭാരം, അങ്ങനെ തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ആറ്റുകാലമ്മയ്ക്ക് 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ചേച്ചിമാർ കാത്തിരിക്കുകയാണ്. റെജിത്ത്, ശരി, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ, ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുന്നു. പൊങ്കാലയുടെ വിശേഷങ്ങൾ, പൊങ്കാല സമർപ്പണം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അതിൻ്റെ വിവരങ്ങൾ, വിശേഷങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.